അജയന്റെ രണ്ടാം പ്രശ്നം. ലിസൺ പ്രൊഡ്യൂസ് ചെയ്ത് ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ടൊവിനോ ചിത്രമാണ് ARF. ഇന്നലെയാണ് കണ്ടത്. എന്താ പറയാ, അടിപൊളി പടം എന്ന് പറയാൻ ഒറ്റ വാക്കിൽ അങ്ങനെ നമുക്ക് പറയാം. കാരണം ഈ ഡയറക്ടറുടെ ഒരു 8 വർഷത്തെ പ്രയത്നമാണ് ഈ ചിത്രം എന്നൊക്കെ പല ഇന്റർവ്യൂകളിലൊക്കെ കണ്ടിരുന്നു. അതിന്റെ റിസൾട്ട് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഇത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഇത്രയും അടിപൊളിയായിട്ട് അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡയറക്ടർ. ഇതൊരു 3 വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ്, അജയൻ, മണിയൻ, കുഞ്ഞിക്കുകൾ എന്ന് പറയുന്ന 3 വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു കഥയാണ്. 1900 മുതൽ 1950, 1990 കാലഘട്ടങ്ങളിലൂടെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇതിലൊരു ഫേവറേറ്റ് എന്ന് പറയാവുന്നത്, പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാവുന്നത് മണിയൻ എന്ന കഥാപാത്രമാണ്. ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മുതൽ എന്താ പറയാ, വെടിച്ചില്ലായിട്ടാണ്. ആളുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വൈബ് ഫീലാണ്. കാരണം എന്താ പറയാ, ഫൈറ്റ് ആണെന്നുണ്ടെങ്കിലും ആളുടെ ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും പക്ക. ടോവിനോന്റെ പെർഫോമൻസ് വൈസിൽ ആ 3 ക്യാരക്ടറിലും മണിയൻ എടുത്ത് നിൽക്കും. മണിയൻ തന്നെയാണ് അതിന്റെ ഒരു എന്താ പറയുക നട്ടല്. പടം മൊത്തം ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു പോക്ക് മുഴുവൻ പോകുന്നത്. പിന്നെ മൊത്തത്തിൽ പറയാന്നുണ്ടെങ്കിൽ ബേസിലാണെന്നുണ്ടെങ്കിൽ ബേസിലിന്റെ ചില കോമഡി കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ഇടയിൽ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ സുരഭിയുടെ പെർഫോമൻസ്, സുരഭി ഈയിടെയായിട്ട് ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങളിലും സുരഭി നമ്മൾ ഞെട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. 3D ആണ്, 3D ഉണ്ട്, 2D ഉണ്ട്. പക്ഷെ 3D കണ്ടോളൂ, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ.